ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 5 ടൈപ്സ് ഓഫ് നാർസിസിസം എന്നുള്ളതാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മിക്കപ്പോഴും എത്തുന്നത് ഒരു ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റിന്റെ ലക്ഷണങ്ങളായിരിക്കും. അതായത് ഗ്രാൻഡിയോസിറ്റി, എന്റൈറ്റിൽമെന്റ്, സുപ്പീരിയോറിറ്റി ഫീലിംഗ്, അറഗൻസ്, ഹൈ സെൽഫ് എസ്റ്റീം തുടങ്ങിയ കാര്യങ്ങൾ. എപ്പോഴും നാർസിസം എന്നുള്ളത് ഈ ഒരു ടിപ്പിക്കൽ രീതിയിൽ നമ്മൾ പറയുന്ന ഗ്രാൻഡിയോസ് നാർസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് തന്നെ ആയിരിക്കണം എന്നില്ല. അത് പല ഡിഫറെന്റ് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാം. അപ്പൊ അത്തരത്തില് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാർസിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന 5 ടൈപ്സ് ഓഫ് നാർസിസം എന്നുള്ളത് എല്ലാം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരുപാട് മിസ്ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് ആണ്. അപ്പൊ നമുക്ക് നാർസിസ്റ്റിക് ട്രൈറ്റ്സ്, നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പറയുന്ന പല ലക്ഷണങ്ങളും ഏറെയും കുറഞ്ഞൊക്കെ ഒരുപാട് വ്യക്തികളിൽ കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർക്കൊരു അസുഖമായിരിക്കണം എന്നില്ല. അസുഖം എന്ന് പറയുമ്പോൾ അത് ഫങ്ഷനിങ്ങിനെ ഇമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ അവരുടെ ഫങ്ഷനിങ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നവരുടെ ഫങ്ഷനിങ്. അതായത് അവർ ഹൈലി അബ്യൂസീവ് ആൻഡ് മാനിപ്പുലേറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ അബ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും അല്ല. അബ്യൂസ് ചെയ്യാനായിട്ട് NPD ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. NPD ഇല്ലാത്ത ആളുകളും അബ്യൂസ് ചെയ്യും. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക. എന്നിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ NPDയുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും NPD ആണ് എന്ന് നമുക്ക് തോന്നും. ഇതുപോലെ തന്നെ നിങ്ങൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോ അല്ലെങ്കിൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അല്ലെങ്കിൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നൊക്കെ തോന്നും. ഓക്കെ, അപ്പൊ അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്വാളിഫൈഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സമീപിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 5 ടൈപ്സ് ഓഫ് നാർസിസം. ഇതിൽ ഫസ്റ്റ് വൺ ഗ്രാൻഡിയോസ് നാർസിസം അല്ലെങ്കിൽ ഓവേർട്ട് നാർസിസം എന്ന് പറയും. ഗ്രാൻഡിയോസ് നാർസിസത്തിന് ഓവേർട്ട് നാർസിസം എന്നുള്ള പേരിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില റിസർച്ചേഴ്സ് പറയുന്നത് ഓവേർട്ട് ആൻഡ് ഗ്രാൻഡിയോസ് തമ്മിൽ വ്യത്യാസമുണ്ട്, അത് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ ഓവേർട്ട് നാർസിസത്തിന് തന്നെയാണ് കേട്ടോ ഗ്രാൻഡിയോസ് നാർസിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മിക്ക ലിറ്ററേച്ചേഴ്സിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡിയോസ് നാർസിസം ആൻഡ് ഓവേർട്ട് നാർസിസം ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട്. ഓവേർട്ട് നാർസിസം അല്ലെങ്കിൽ ഗ്രാൻഡിയോസ് നാർസിസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ നാർസിസിസ്റ്റിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ഹൈ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കും. കുറച്ച് ഗ്രാൻഡിയോസിറ്റി, എൻടൈറ്റിൽമെന്റ് ഇതൊക്കെ ഇവർ പുറമേ തന്നെ ഡെപ്പിക്റ്റ് ചെയ്യും. അവർ ഔട്ട് ഗോയിങ് ആയിരിക്കും, അതായത് അവർ സോഷ്യബിൾ ആയിരിക്കും. പൊതുവെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ ഓവർ ബിയറിംഗ് എന്ന് പറയും. അവർ ഡിക്റ്റേറ്റ് ചെയ്യുക, അവർ പറയുന്ന ഒരു കാര്യം മറ്റേയാൾ അനുസരിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുക. ഇതും ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നതാണ്. അവർക്കൊരു എക്സാജറേറ്റഡ് സെൽഫ് ഇമേജ് ആണുള്ളത്. ഹൈ സെൽഫ് എസ്റ്റീം, വളരെ കോൺഫിഡന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരിക്കും, കോമ്പറ്റേറ്റീവ് ആയിരിക്കും, എംപതി കുറവായിരിക്കും, മറ്റുള്ളവരുടെ പ്രൈസും അഡ്മിറേഷനും ഒക്കെ സീക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഓവേർട്ട് നാർസിസിസ്റ്റുകൾ നമ്മൾ പറഞ്ഞ പോലെ അവർ കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരെ പറ്റി വളരെ നല്ലൊരു ഫീലിംഗ്, നല്ല സെൽഫ് ഇമേജ് ഒക്കെ ആയിരിക്കും ഉള്ളത്. അവരൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ, ഒരു ഷെയിമും ഗിൽട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് കോവേർട്ട് നാർസിസം അല്ലെങ്കിൽ വൾനറബിൾ നാർസിസം എന്ന് പറയും. കോവേർട്ട് നാർസിസം എന്ന് പറയുമ്പോൾ ഓവേർട്ട് നാർസിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് കോൺഫിഡൻസ് അല്ല. ശരിക്കും പറഞ്ഞ് ഇവർ വളരെ ആൻഷ്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ഇവരുടെ ഉള്ളിൽ ഒരു ഗിൽട്ടും ഷെയിമും ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഒക്കെയാണ് ഉള്ളത്. പൊതുവെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അവരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഡിഫെൻസീവ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലേയിങ് ദ വിക്ടിം. അവർ ഫീൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അവരൊരു വിക്ടിം ആണെന്ന് ഫീൽ ചെയ്യുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് താനൊരു വിക്ടിം ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇവർ വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള വ്യക്തികളുമാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കണം. അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്താലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. നാർസിസ്റ്റുകൾക്ക് പൊതുവെ ക്രിറ്റിസിസം ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. ക്രിറ്റിസിസംസ് ടോളറേറ്റ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട് കോവേർട്ട് നാർസിസ്റ്റുകൾക്കാണ്. അവരത് ഭയങ്കരമായിട്ട് ഇന്റേണലൈസ് ചെയ്യുകയും ചിലപ്പോൾ ആ ഷെയിം അവർ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്യും. മറ്റേ ആൾ ഇന്റന്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഹാർഷായിട്ടായിരിക്കും അവരത് പെർസീവ് ചെയ്യുക.
ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ആന്റഗോണിസ്റ്റിക് നാർസിസം. ആന്റഗോണിസ്റ്റിക് നാർസിസത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് പ്രതികാരം ചെയ്യുക, മറ്റുള്ളവരോട് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ, അവരെ കോമ്പീറ്റ് ചെയ്ത് തോൽപ്പിക്കുക, ഇതൊക്കെയായിരിക്കും അവരുടെ ഒരു പ്രധാന ഫോക്കസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവർ അരഗന്റ് ആയിരിക്കും, മറ്റുള്ളവരെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മടിയില്ലാത്തവരായിരിക്കും. അതുപോലെ ഇവർ വളരെയധികം ആർഗ്യുമെന്റ്സിൽ ഏർപ്പെടുന്നവർ, ആർഗ്യൂ ചെയ്ത് മറ്റയാളെ തോൽപ്പിക്കുക എന്നുള്ളതൊക്കെ ഇവർ പ്രധാനമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ട്രൈറ്റ് ആണ്. ആന്റഗോണിസ്റ്റിക് നാർസിസിസ്റ്റുകളാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പൊതുവെ എൻപിഡി ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആന്റഗോണിസ്റ്റിക് നാർസിസത്തിലേക്ക് വരുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർക്ക് മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യാന്നുള്ളത്. അവരെപ്പോഴും ആ ഒരു ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും ഇവർക്കുണ്ടായിരിക്കുക. തേർഡ് ടൈപ്പ് ഓഫ് നാർസിസം ആണ് കമ്മ്യൂണൽ നാർസിസം. കമ്മ്യൂണൽ നാർസിസം എന്ന് പറയുന്നതും ഓവേർട്ട് നാർസിസത്തിന്റെ ഒരു സബ് ടൈപ്പ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റഗോണിസ്റ്റിക് നാർസിസത്തിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് കമ്മ്യൂണൽ നാർസിസം എന്നുള്ളത്. ഇവര് അറഗൻസിന് പകരം വളരെയധികം കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ ആണ് എക്സിബിറ്റ് ചെയ്യുക. അവര് ഹെൽപ്പേഴ്സ്, സേവിയേഴ്സ് എന്നുള്ള റോളൊക്കെ ആയിരിക്കും എടുക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൈൻഡസ്റ്റ് പേഴ്സൺ ഈ വ്യക്തിയാണ് എന്നുള്ളത്. അവർ വളരെ ഹമ്പിൾ ആയിരിക്കും, അതുപോലെ ഹെൽപ്പിംഗ് ആയിരിക്കും. അവർ ചെറുപ്പത്തിലെ പഠിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അഡ്മിറേഷൻ അല്ലെങ്കിൽ സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗിവർ ആവണം, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇവരുടെ കൈൻഡ്നെസ് എന്നുള്ളത് ഒരു ട്രൂ കമ്പാഷൻ എന്നുള്ളതിന് പകരം പലപ്പോഴും ഒരു പെർഫോമൻസ് ആയിട്ടായിരിക്കും മാറുന്നത്. നമുക്ക് തോന്നുന്നതിന് എന്താണ് പ്രശ്നം? ശരിക്കും വളരെ ജനറസ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ കാണിക്കുന്ന ഈ ഒരു കമ്പാഷന് പ്രൈസും അഡ്മിറേഷനും കിട്ടാതെ പോകുമ്പോൾ അവർ അപ്സെറ്റ് ആവുകയും അവർ അബ്യൂസീവ് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യും. അവർ ജെനുവിൻലി അവരെങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ ഇൻ ഇഫക്റ്റ് അതല്ല സംഭവിക്കുന്നത്. അവരുടെ കൂടെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ബിഹേവിയർ കൂടെയുള്ളവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അവർ ഹൈലി മാനിപ്പുലേറ്റീവ് ആൻഡ് അബ്യൂസീവ് ആയിരിക്കണം. അവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. എല്ലായ്പ്പോഴും കമ്മ്യൂണൽ നാർസിസം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മാലിഗ്നന്റ് നാർസിസം. മാലിഗ്നന്റ് നാർസിസം എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നാർസിസം ആണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാർസിസത്തിൽ വരുന്ന കോമൺ ട്രൈറ്റ്സ് എല്ലാം ഉണ്ട്. ഗ്രാൻഡ്യൂസിറ്റി, എൻറ്റൈറ്റിൽമെന്റ്, ലാക്ക് ഓഫ് എംപതി തുടങ്ങിയ ട്രൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് ആന്റി സോഷ്യൽ ട്രൈറ്റ്സും കൂടി ഇതിനകത്ത് കയറി വരും. അതായത് ഇവർ ഹൈലി എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവരെ കൂടെ ജീവിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇൻക്ലൂഡിങ് ഫിസിക്കൽ അബ്യൂസ്, ക്രൈംസ് ഒന്നും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണ്. നിയമം എങ്ങനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി വളച്ചൊടിക്കാം, ഇത്തരം കാര്യങ്ങൾ അറിയാം. അതുപോലെ സാഡിസം, മറ്റുള്ളവരെ ഉപദ്രവിച്ച് മറ്റുള്ളവരെ അതിനകത്ത് വേദനിക്കുന്നത് കണ്ട് സന്തോഷിക്കുക, അതിലൊന്നും യാതൊരു സങ്കടവും കുറ്റബോധവും ഒന്നും തോന്നാത്ത ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ പ്രതികാര മനോഭാവം. ചിലപ്പോൾ ഇവരോട് കാര്യമായ തെറ്റൊന്നും അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവരത് വളരെ വലുതായിട്ട് കാണുകയും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണെങ്കിലും അവരെടുത്ത് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുക, പ്രതികാരം ചെയ്തവരെ ബുദ്ധിമുട്ടിക്കുക, ഇത്തരം ബിഹേവിയറിലേക്കൊക്കെ അവർ പോകുന്നുണ്ടാവും. അതുകൂടാതെ പാരനോയിയ, ഇത് സംശയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ എനിക്കെതിരെ പ്ലാൻ ചെയ്യുകയാണ്, അവരെന്നെ കുഴപ്പത്തിലാക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് എന്നൊക്കെയുള്ള തെറ്റായ രീതിയിലുള്ള ബിലീഫ്സ്. ഇതൊക്കെയാണ് നമ്മൾ മാലിഗ്നന്റ് നാർസിസത്തിൽ കാണുന്നത്. ഇവർക്ക് ലീഗൽ ട്രബിൾസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഡ്രഗ്സ് വിൽക്കുന്നതാകാം, അത്തരത്തിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയില്ല. ഹൈലി അബ്യൂസീവ് ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് മാലിഗ്നന്റ് നാർസിസത്തിൽ വരുന്നത്. മാലിഗ്നന്റ് നാർസിസം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ മാറ്റാൻ പറ്റില്ല. അവരുടെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളൊരു സൊല്യൂഷൻ. അതല്ലാതെയുള്ള കണ്ടീഷൻസ് അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാനും ചേഞ്ചസ് വരുത്താനും ഒക്കെ ടു ആൻ എക്സ്റ്റെൻഡ് ശ്രമിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാത്തിലും സാധിക്കണം എന്നില്ല, പക്ഷെ ചില കണ്ടീഷൻസിൽ അതതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. എല്ലാവരും ഒരേ ലെവലിൽ അബ്യൂസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കണം എന്നില്ല. പക്ഷേ മാലിഗ്നന്റ് നാർസിസത്തിലേക്ക് വരുമ്പോൾ അത് ഹൈലി അബ്യൂസീവ് ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 5 ടൈപ്സ് ഓഫ് നാർസിസത്തിൽ വരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമ്മളൊരു ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 10 days പ്രീ റെക്കോർഡഡ് കോഴ്സാണ്. ആക്ച്വലി ഇതൊരു പ്രീ റെക്കോർഡഡ് പ്രോഗ്രാം ആണെങ്കിലും ഒരു ലൈവ് പ്രോഗ്രാമിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10 days ഓരോ ദിവസം 5 to 10 minutes വരുന്ന ഷോർട്ട് വീഡിയോസും ഷോർട്ട് ആക്ഷൻസും മാത്രമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് 499 rupees
ഒരു പിസ്സ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഴിമന്തി കഴിക്കുന്ന പ്രൈസ് മാത്രമാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇമോഷണൽ ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ ഞാനൊന്ന് പറയാം. അതായത് നമുക്ക് ഇത്രയും നാളുകൊണ്ട് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കൈ മുറിയുക, അല്ലെങ്കിൽ ചതയുക, എല്ലൊടിയുക, ഇത്തരത്തിലുള്ള പല മുറിവുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോം റെമഡീസ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ നമ്മൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല, ഹീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിന് ഏറ്റിട്ടുള്ള മുറിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാനും അത് ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു 10 days കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ 499 റുപ്പീസിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിലും ഇതിന്റെ വർത്ത് എന്ന് പറയുന്നത് മിനിമം ഒരു 10,000 റുപ്പീസ് എങ്കിലും വരുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, കേരളത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെഷന് 1000 to 5000 പെർ സെഷൻ ഫീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 10 സെഷൻസ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 റുപ്പീസ് എങ്കിലും അതിനാവും. പക്ഷെ ഇവൻ തെറപ്പി അഫോർഡബിൾ ആകാത്തവർക്ക് പോലും എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഹീലിംഗ് ലഭിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് 499 റുപ്പീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മന്തിലും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിന് മാത്രമാണ് നമ്മൾ കോഴ്സിലേക്ക് ആക്സസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ലിങ്ക് വരുന്നതായിരിക്കും. ആ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. പലരും ബൈ നൗ എന്നുള്ള ലിങ്കിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം കൊടുക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് വരുന്നുണ്ടാവും. ആ കൺഫർമേഷൻ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ആൻഡ് ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കാണാം. ഓരോ വീഡിയോസ് ഓരോ ദിവസവും കാണുക, അതിൽ പറയുന്ന ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം മറക്കണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആക്സസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇപ്പം തന്നെ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി തുടങ്ങിയ സർവീസസിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴിയാണ് നമ്മൾ സെഷൻസ് ബുക്ക് ചെയ്യുന്നത്. ഇതുപോലുള്ള സൈക്കോളജി റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.